കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ കരട് തയ്യാറാക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, 2019 സമാനമായ ഒരു നീക്കം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതാണ്. അതിനപ്പുറത്തേക്ക് കമ്മീഷൻ എന്ത് ചെയ്യാൻ കഴിയും? ഈ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ നിയമപരമായി എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്നും പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നു ഏജൻസികളെ ഉപയോഗിച്ച് എന്നുമുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്ന് വിശദമായി തന്നെ ആലോചിച്ചു. എന്നാൽ മറ്റ് ഒരു ഭരണഘടനാ തലത്തിൽ ഇടപെടുക എന്നുള്ളത് പരിമിതികളുണ്ട്. ഏജൻസികളുടെ പ്രവർത്തനത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഇടപെടാനാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാൻ കഴിയുക ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ ഏജൻസികൾക്ക് നൽകുക എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നതും. നിഷ്പക്ഷത ഉറപ്പാക്കണം എന്ന് മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കരട് തയ്യാറായി വരുന്നു എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വിവിധ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുന്ന റെയ്ഡോ മറ്റ് നടപടികളോ നടത്തുമ്പോൾ അതിൽ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്ന് അവരുടെ വാർത്താക്കുറിപ്പുകളിലോ പ്രതികരണങ്ങളിലോ ഏജൻസികളുടെ ഏതോ ഉദ്യോഗസ്ഥരുടേതോ ആയ പ്രതികരണങ്ങളിലോ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്നും അടിയന്തര സാഹചര്യമുള്ള ഘട്ടങ്ങളിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ കരടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ 2019 സമാനമായ പരാതികൾ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും തന്നെ നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ വേണം ഏജൻസികളുടെ ഭാഗത്തു നിന്നും എന്ന മാർഗനിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. സമാനമായി തന്നെ എന്നാൽ അല്പം കൂടി ഗൗരവതരമായ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഇത്തവണ നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് നിവേദനം നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും എന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.